സർ, പൊതുമരാമത്ത് വകുപ്പിലെ പാലങ്ങളുടെ വളരെ ഡീറ്റെയിൽസ് ഉണ്ട്. സംസ്ഥാനത്ത് ദേശീയപാതകൾക്കായിട്ട് 508.5 കോടി രൂപയ്ക്ക് 403 കിലോമീറ്റർ ദൈർഘ്യമുള്ള 30 റോഡുകൾ മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനം നടക്കുന്നുണ്ട്. റോഡ് ഗതാഗത മേഖലയ്ക്ക് 198.84 കോടി രൂപ വകയിരുത്തുന്നു. ഇത് അതുപോലെ അടുത്തത് KSRTC ആണ്. സർ, KSRTCക്ക് 2011-16 കാലയളവിൽ KSRTCക്ക് 1220.82 കോടി രൂപയാണ് അനുവദിച്ചെങ്കിൽ ഒന്നാം പിണറായി സർക്കാർ 2016-21 കാലയളവിൽ 4923.58 കോടി രൂപ അനുവദിച്ചു. അതായത് 4 ഇരട്ടി കൂടുതൽ അനുവദിച്ചു. തുടർഭരണം കിട്ടി ഈ സർക്കാർ ഭരണത്തിലേറി നാളിതുവരെ 6864.22 കോടി രൂപ KSRTCക്ക് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ഇത് 2011-16 കാലയളവിനേക്കാൾ 5.6 മടങ്ങും 2016-21 കാലയളവിനേക്കാൾ 1.4 മടങ്ങും അധികമാണ്. 2016 കാലയളവ് മുതൽ KSRTCക്ക് 11,787.8 കോടി രൂപയാണ് ഈ രണ്ട് LDF സർക്കാരുകളുടെ കാലയളവിൽ നൽകിയിട്ടുള്ളത്. സർ, KSRTCക്ക് അടിസ്ഥാന സൌകര്യ വികസനം, ഡിപ്പോകളും വർക്ക്ഷോപ്പുകളുടെ ആധുനികവൽക്കരണം, ഗവേണൻസ് പ്രവർത്തനങ്ങൾ തുടങ്ങിയ വികസന പദ്ധതിക്കായിട്ട് ഈ സർക്കാരിന്റെ കാലയളവിൽ 178.96 കോടി വെച്ചിട്ടുണ്ട്. സർ, 2024 ആരംഭത്തിലുണ്ടായിരുന്ന ദിവസേനയുള്ള ഓഫ് റോഡ് ബസ്സുകളുടെ എണ്ണം 900-ൽ നിന്നും 500-ൽ താഴെയാക്കി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സർ, പഴയ ബസ്സുകൾക്ക് പകരം ആധുനിക ഡീസൽ BS6 ബസ്സുകൾ വാങ്ങുന്നതിനായി 107 കോടി രൂപ വകയിരുത്തുന്നു KSRTCക്ക്. സർ, ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് ചെറുതോണിയിൽ KSRTC ഡിപ്പോ പ്രവർത്തനക്ഷമമാക്കി ബസ് സർവീസുകൾ ആരംഭിക്കുന്നതിന് ഈ വർഷം തന്നെ ആരംഭിക്കും. അതിനാവശ്യമായിട്ടുള്ള തുക വകയിരുത്തിയിട്ടുണ്ട്. മാത്രം പറഞ്ഞാൽ മതി. സമയത്തിന്റെ ഇനിയും. സർ, ഹൈഡ്രജൻ ഇന്ധന വാഹനങ്ങൾ പൈലറ്റ് ചെയ്യുന്നതിനും ഇലക്ട്രിക് വാഹനങ്ങളെ ജനപ്രിയമാക്കുന്നതിനും ഹരിത ഗതാഗത സംരംഭങ്ങൾ നിറവേറ്റുന്നതിനും പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി മൊബിലിറ്റി പ്രൊമോഷൻ ഫണ്ടിന് 8.56 കോടി രൂപ വകയിരുത്തുന്നു. പാലക്കാട് ചിറ്റൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഉൾനാടൻ ജലഗതാഗത വികസനത്തിനായി 133.02 കോടി രൂപ വകയിരുത്തുന്നു. ഇന്ധനക്ഷമതയുള്ള ബോട്ടുകൾ വാങ്ങുന്നതിനും കടത്ത് സർവീസുകൾ വിപുലീകരിക്കുന്നതിനായി 25.11 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ ഉദ്ഘാടന നാവിഗേഷൻ വകുപ്പിലെ പ്രവർത്തനങ്ങൾക്കായി 95.27 കോടി രൂപ വകയിരുത്തുന്നു. കണ്ണൂർ വിമാനത്താവളം സർ, ഭൂമി ഏറ്റെടുക്കുന്നതിനുൾപ്പെടെ കണ്ണൂർ വിമാനത്താവളത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി ഈ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം 526.63 കോടി രൂപ ധനസഹായം നൽകിയിട്ടുണ്ട്. 2025-26 കണ്ണൂർ വിമാനത്താവളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി 75.51 കോടി രൂപയുടെ ചെലവ് പ്രതീക്ഷിക്കുന്നു. സർ, 25-26 സാമ്പത്തിക വർഷം കൊച്ചി മെട്രോയ്ക്ക് 289 കോടി രൂപ ലഭ്യമാക്കുന്നതാണ്. കൊച്ചി മെട്രോ ഫേസ് 2-നുള്ള പദ്ധതി തയ്യാറാക്കുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നു. കൊച്ചിയിലെ സംയോജിത ജലഗതാഗതത്തിന്റെ EAP ഘടകമായ 159.60 കോടി രൂപ വകയിരുത്തുന്നു. സർ, അടിയന്തര സാഹചര്യങ്ങൾ നേടുന്നതിനും വിനോദസഞ്ചാരത്തിനുമായിട്ടുള്ള ഹെലിപോർട്ടുകളും ഹെലിപ്പാഡുകളും വികസിപ്പിക്കുന്നതിന് 10 കോടി രൂപ വെക്കുന്നു. അതിന്റെ എക്സ്റ്റൻഷൻ വിനോദസഞ്ചാരം ടൂറിസം വരുമാനത്തിന്റെ കാര്യത്തിൽ കേരളം കോവിഡിന് മുമ്പുള്ളതിന് തുല്യമായ നിലയിലെത്തി. സർ, 2023-ൽ 43,647 കോടി രൂപയാണ് ടൂറിസം മേഖലയിലെ വരുമാനം. ടൂറിസം മേഖലയ്ക്ക് ആകെ 385.02 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻ വർഷത്തേക്കാൾ 33.6 കോടി രൂപ അധികമാണ്. KTDCക്ക് 13 കോടി രൂപ സർ അനുവദിക്കുന്നു. സർ, ഡൽഹി മുംബൈ മാതൃകയിൽ ഹൈദരാബാദിൽ കേരള ഹൌസ് സ്ഥാപിക്കുന്നതിന് പ്രാഥമികമായിട്ട് 5 കോടി രൂപ വകയിരുത്തുന്നു. ദേശീയ അന്തർദേശീയ ടൂറിസം വിപണന പ്രവർത്തനങ്ങൾക്കായി 80 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്തെ അതിഥി മന്ദിരങ്ങൾ, യാത്രീ നിവാസികൾ, കേരള ഹൌസുകൾ എന്നിവയുടെ നവീകരണത്തിനും അതിഥി മന്ദിരങ്ങൾക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാനും പൈതൃക അതിഥി മന്ദിരങ്ങൾ പുനരുദ്ധരിക്കാനും 30 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തെ വിധത്തേക്കാൾ 10 കോടി രൂപ അധികമാണ്. മുസിരിസ് ഹെറിറ്റേജ് ആൻഡ് സ്പൈസ് റൂട്ട്, റിവർ ക്രൂയിസ് ഹെറിറ്റേജ് സ്പൈസ് റൂട്ട് പ്രോജക്ട് എന്നിവ നടപ്പിലാക്കുന്നതിന് 14 കോടി രൂപ വകയിരുത്തുന്നു. ടൂറിസം സാധ്യതകളുടെ വികസിപ്പിക്കുന്നതിനായി കൊല്ലത്തൊരു മറീന നിർമ്മിക്കുന്നതിനാണ്. ഇതുവഴി അറബിക്കടലിന് അനുബന്ധമായ ആഗോള ടൂറിസം നെറ്റ്വർക്കുമായി കാര്യങ്ങൾ ഇത് ബന്ധിപ്പിക്കാൻ കഴിയും. മറീന നിർമ്മിക്കുന്നതിന് പ്രാഥമിക 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ചാമ്പ്യൻസ് ബോട്ട് ലീഗിനായി 8.96 കോടി രൂപ വകയിരുത്തുന്നു. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിനായി 6 കോടി രൂപ വകയിരുത്തുന്നു. സർ, കോഴിക്കോട് ജില്ലയിൽ വനംവകുപ്പിന് കീഴിൽ ഒരു പുതിയ ബയോളജിക്കൽ പാർക്ക് സ്ഥാപിക്കുന്നതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. കൊല്ലത്ത് ശാസ്താംകോട്ട ടൂറിസം പദ്ധതിക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു.
സാർ, പരിസ്ഥിതി സൌഹൃദ ടൂറിസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ പൊന്മുടിയിൽ ഒരു റോപ്പ് വേ വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇതിന്റെ സാധ്യതാ പഠനത്തിനായി 50 ലക്ഷം രൂപ മാറ്റിവെക്കുന്നു. സാർ, വിനോദസഞ്ചാരികളിൽ വർദ്ധിച്ചു വരുന്ന ട്രക്കിംഗ് താൽപര്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വനയാത്രാ പദ്ധതിക്ക് 3 കോടി രൂപ അനുവദിക്കും. സാർ, കേരളത്തിന്റെ ഡിസൈൻ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന നിർമ്മാണ കോഡ്, നിർദ്ദിഷ്ട നിർമ്മാണ പാറ്റേൺ, കളർ സ്കീം, സൌന്ദര്യാത്മക രൂപകൽപ്പന എന്നിവ ഉൾപ്പെടുത്തിയുള്ള ഒരു മാതൃകാ വിനോദസഞ്ചാര കേന്ദ്രം രൂപീകരിക്കുന്നതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങൾക്കും പൊതുസൌകര്യമായ ഒരു നൂതന കമ്പ്യൂട്ടേഷണൽ മോഡലിംഗിനും സിമുലേഷനുമായി ഒരു സൂപ്പർ കമ്പ്യൂട്ടിംഗ് കേന്ദ്രം സ്ഥാപിക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന് കീഴിലുള്ള 7 ഗവേഷണ സ്ഥാപനങ്ങൾക്കായി 64.2 കോടി രൂപ വകയിരുത്തുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിക്ക് 50 കോടി രൂപ വകയിരുത്തുന്നു. സാർ, പൊതുവിദ്യാഭ്യാസം കിഫ്ബിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 376 സ്കൂളുകളുടെ നിർമ്മാണം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പൂർത്തീകരിച്ചിട്ടുണ്ട്. 400-ലധികം സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ, 2021 മെയ് മാസത്തിന് ശേഷം സർക്കാർ എയ്ഡഡ് മേഖലയായി 30,564 അധ്യാപക നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. സാർ, കൂടാതെ 2,612 അനധ്യാപക നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. സാർ, കുടിശ്ശികയായിരുന്ന LSS USS സ്കോളർഷിപ്പ് തുക സംബന്ധിച്ച് മുഴുവൻ വിദ്യാർത്ഥികൾക്കും നൽകി തീർത്തിട്ടുണ്ട്. ഇപ്പോൾ അതിനനുസരിച്ചുള്ള കൂടുതൽ ഫണ്ടും ഈ വർഷത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. സാർ, വിദ്യാകിരണം പദ്ധതി അടക്കം ഉള്ള വിവിധ പദ്ധതികൾ ഈ ഘട്ടത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. സാർ, ഞാനതെല്ലാം പറയുന്നില്ല. സാർ, ബാരിയർ ഫ്രീ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ബാരിയർ ഫ്രീ സ്കൂൾ സൌകര്യത്തിനായിട്ട് 10 കോടി രൂപ വെക്കുന്നുണ്ട്. സാർ, കേരളത്തിലെ അക്കാഡമിക് വിവിധ ഘടകങ്ങൾ ചേർന്ന അക്കാഡമിക് പദ്ധതിക്കായി 37.8 കോടി രൂപ വകയിരുത്തുന്നു. വിദ്യാർത്ഥി കേന്ദ്രീകൃത പദ്ധതിക്കായിട്ട് സ്കൂളിൽ 44 കോടി രൂപ വകയിരുത്തുന്നു. സൌജന്യ സ്കൂൾ യൂണിഫോം പദ്ധതിക്കായി 150.34 കോടി രൂപ വകയിരുത്തുന്നു. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് പരിചരണം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി 62 കോടി രൂപ വകയിരുത്തുന്നു. കൈറ്റിന്റെ പ്രവർത്തനത്തിനായി 38.5 കോടി രൂപ വകയിരുത്തുന്നു. സാർ, കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സമഗ്ര ശിക്ഷ അഭിയാനുള്ള ആകെ സംസ്ഥാന വിഹിതം 340 കോടി രൂപയാണ്. ഇതിൽ 55 കോടി രൂപ സംസ്ഥാന പദ്ധതി വിഹിതത്തിൽ നിന്നും ബാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതത്തിൽ നിന്നും കണ്ടെത്തുകയാണ്. സമഗ്ര ശിക്ഷ അഭിയാന്റെ പ്രൊജക്ട് ഡയറക്ടറേറ്റ് നടപ്പാക്കുന്ന പ്രവൃത്തികൾക്കായിട്ട് 20.5 കോടി രൂപ വിലയിരുത്തുന്നു. കുട്ടികളുടെ പോഷകാഹാര നില മെച്ചപ്പെടുത്തുന്ന ഉച്ചഭക്ഷണ പദ്ധതിക്കായി 402.14 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ കേന്ദ്ര വിഹിതത്തിന് ആനുപാതികമായിട്ടുള്ള സംസ്ഥാന വിഹിതമായിട്ടുള്ള 150 കോടി രൂപയും പാൽമുട്ട ഉൾപ്പെടെയുള്ള അധിക ചെലവുകൾക്കായി 252.14 കോടി രൂപയും വകയിരുത്തുന്നു. സാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിവിധ പദ്ധതികളുണ്ട്. അതിനകത്ത് എല്ലാ കാര്യവും വായിച്ചതായിട്ട് കരുതും എന്ന് ഞാൻ കരുതുന്നു. സാർ, എല്ലാ സർവകലാശാലകളുടെയും കേരള സർവകലാശാലയുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് 37.2 കോടി രൂപ, കോഴിക്കോട് സർവകലാശാലയ്ക്ക് 33.8 കോടി രൂപ, മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് പദ്ധതി വിഹിതം 38.4 കോടി രൂപ, ശങ്കരാചാര്യ സർവകലാശാലയ്ക്ക് 22.05 കോടി രൂപ, കണ്ണൂർ സർവകലാശാലയ്ക്ക് 34 കോടി രൂപ, ലീഗൽ സ്റ്റഡീസ് 12.2 കോടി രൂപ എന്നിങ്ങനെ വിലയിരുത്തുന്നു. സാർ, തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ കെട്ടിട നിർമ്മാണം, വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഹോസ്റ്റൽ നിർമ്മാണം തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങൾക്ക് 11.35 കോടി രൂപ വകയിരുത്തുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനായി 13.4 കോടി രൂപ വെക്കുന്നു. സാർ, ഒരു പുതിയ പദ്ധതി ഗവേഷണ രംഗത്ത് പ്രഖ്യാപിക്കുകയാണ്. സാർ, സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിലും ഗവേഷണ കേന്ദ്രങ്ങളിലും പ്രവേശനം നേടിയിട്ടുള്ള റെഗുലർ ഫുൾ ടൈം ഗവേഷണ വിദ്യാർത്ഥികളിൽ മറ്റു ഫെലോഷിപ്പുകളോ ധനസഹായം ലഭിക്കാത്തയോ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 10,000 രൂപ വെച്ച് ഫെലോഷിപ്പ് നൽകുന്നതാണ്. സാർ,